പശ്ചിമേഷ്യയിൽ വീണ്ടും ആണവരാഷ്ട്രീയം ചർച്ചകളുടെ കേന്ദ്രബിന്ദുവായി മാറുകയാണ്. ഇറാൻ ഔദ്യോഗികമായി ഒരു ആണവശക്തിയായി സ്വയം പ്രഖ്യാപിക്കുന്നതിന്റെ വക്കിലാണെന്നും അതിനു മുന്നോടിയായി ഒരു ആഭ്യന്തര ആണവ പരീക്ഷണ സ്ഫോടനം നടത്താൻ സാധ്യതയുണ്ടെന്നുമുള്ള അവകാശവാദങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകരുടെയും വൃത്തങ്ങളിലും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ അവകാശവാദങ്ങളുടെ ഉറവിടമായി മാറിയിരിക്കുന്നത് അമേരിക്കൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ മുൻ അനലിസ്റ്റായ ലാറി ജോൺസനാണ്. മുൻ ന്യൂജേഴ്സി സുപ്പീരിയർ കോടതി ജഡ്ജിയും പ്രമുഖ നിയമ-രാഷ്ട്രീയ നിരീക്ഷകനുമായ ആൻഡ്രൂ നപ്പോളിറ്റാനോ അവതരിപ്പിക്കുന്ന ജഡ്ജിംഗ് ഫ്രീഡം എന്ന പോഡ്കാസ്റ്റിലാണ് ലാറി ജോൺസൺ ഈ വിവാദ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ജോൺസന്റെ വാദമനുസരിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് അതീവ രഹസ്യവും നിർണായകവുമായ ഒരു റെഡ് അലേർട്ട് സന്ദേശം കൈമാറിയിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകളായിരുന്നു ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ ആരോപണം ശ്രദ്ധ നേടാൻ മറ്റൊരു പ്രധാന കാരണം 2026 മെയ് 29-ന് ഇഷാഖ് ദാറും മാർക്കോ റൂബിയോയും തമ്മിൽ നടന്ന ഔദ്യോഗിക കൂട്ടിക്കാഴ്ചയാണ്. ഇരു രാജ്യങ്ങളും പിന്നീട് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനകളിൽ സാമ്പത്തിക, നയതന്ത്ര, സുരക്ഷാ സഹകരണ വിഷയങ്ങളാണ് ചർച്ചയായതെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും ലാറി ജോൺസന്റെ വെളിപ്പെടുത്തലുകൾക്കു പിന്നാലെ ആ കൂട്ടിക്കാഴ്ചയുടെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. എന്നാൽ ഈ അവകാശവാദങ്ങളെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി നിഷേധിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചോ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെക്കുറിച്ചോ അമേരിക്കയ്ക്ക് പ്രത്യേക വിവരങ്ങൾ കൈമാറിയിട്ടില്ലെന്നും അത്തരം റിപ്പോർട്ടുകൾ മുഴുവൻ അടിസ്ഥാനപരമായ ഊഹാപോഹങ്ങളാണെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. എന്നിരുന്നാലും നിഷേധങ്ങൾക്കിടയിലും ഈ വിഷയം അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ലാറി ജോൺസന്റെ മറ്റൊരു പ്രധാന അവകാശവാദം ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷരീഫും തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ചായിരുന്നു. ഇറാൻ തങ്ങളുടെ ആണവശേഷി ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളെക്കുറിച്ച് പെഷഷ്കിയാൻ നേരിട്ട് ഷെഹബാസ് ഷരീഫിനെ അറിയിച്ചുവെന്നാണ് ജോൺസന്റെ വാദം. ഇതിലൂടെ ഇസ്ലാമിക ലോകത്തിനുള്ളിൽ തന്നെ ഒരു നയതന്ത്ര ഏകോപനം നടക്കുന്നതായുള്ള സൂചനകൾ ചില വിശകലന വിദഗ്ധർ മുന്നോട്ടുവയ്ക്കുന്നു. ഈ ചർച്ചകൾക്ക് കൂടുതൽ കരുത്തു പകർന്നത് പ്രശസ്ത ജിയോ പൊളിറ്റിക്കൽ നിരീക്ഷകനായ പെപ്പെ എസ്കോബാറിന്റെ അഭിപ്രായങ്ങളാണ്. ഇറാൻ ഒരു ആഭ്യന്തര പരീക്ഷണ സ്ഫോടനത്തിലൂടെ തങ്ങളുടെ ആണവശേഷി തെളിയിക്കാൻ സാധ്യതയുണ്ടെന്ന് എസ്കോബാറും അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിരീക്ഷണപ്രകാരം ഇത് വെറും സൈനിക ശക്തിപ്രകടനം മാത്രമല്ല, മറിച്ച് വർഷങ്ങളായി അമേരിക്കയും ഇസ്രയേലും ചെലുത്തിയ സമ്മർദ്ദങ്ങൾക്ക് ഇറാൻ നൽകുന്ന രാഷ്ട്രീയ സന്ദേശവുമായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അതേസമയം ഈ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ സമീപനത്തിലും മാറ്റങ്ങൾ പ്രകടമാണെന്നാണ് ലാറി ജോൺസൺ പറയുന്നത്. ഇറാന്റെ പരമോന്നത നേതൃത്വത്തോടുള്ള അമേരിക്കയുടെ സമീപനത്തിലും നയതന്ത്ര സമീപനത്തിലും സമീപകാലത്തു വന്ന മൃദുല്യം ഇതുമായി ബന്ധപ്പെട്ടതാകാമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അതുപോലെ തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ നേതൃത്വവും തമ്മിൽ രൂപപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിന്റെ പ്രതിഫലനമായിരിക്കാമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ ഏറ്റവും കൗതുകകരമായ അവകാശവാദം മറ്റൊന്നാണ്. ഇറാനിയൻ അധികാരികൾ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ ഫോൺ സംഭാഷണങ്ങൾ നിരീക്ഷിക്കുമെന്നറിഞ്ഞുകൊണ്ടുതന്നെ ചില സുപ്രധാന ആശയവിനിമയങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈനുകളിലൂടെ നടത്തിയിരിക്കാമെന്നാണ് ജോൺസന്റെ നിഗമനം. അത്തരമൊരു നീക്കത്തിന്റെ ലക്ഷ്യം യഥാർത്ഥ വിവരങ്ങൾ കൈമാറുക എന്നതിലുപരി അമേരിക്കൻ, ഇസ്രയേൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് ഒരു തന്ത്രപരമായ സന്ദേശം നൽകുക എന്നതായിരിക്കാമെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. ലാറി ജോൺസന്റെ വിവാദ പ്രസ്താവനകൾക്ക് ഇത് ആദ്യമല്ല ശ്രദ്ധ ലഭിക്കുന്നത്. 2026 ഏപ്രിൽ മാസത്തിലും അദ്ദേഹം വലിയ ചർച്ചകൾക്ക് വഴിവച്ചൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ സൈനിക മേധാവി ജനറൽ ഡാൻ കെയ്നും തമ്മിൽ ആണവ കോഡുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗുരുതര അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു എന്നാണ് അദ്ദേഹം അന്നു പറഞ്ഞത്. എന്നാൽ ആ ആരോപണത്തിനും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല. ഇറാന്റെ ആണവ നയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുന്ന ഇടയിൽ പോഡ്കാസ്റ്റ് അവതാരകനായ ആൻഡ്രൂ നപ്പോളിറ്റാനോ ഈ വിഷയത്തിൽ നേരിട്ട് വിശദീകരണം തേടുകയും ചെയ്തു. പ്രമുഖ ഇറാനിയൻ അക്കാഡമികനും രാഷ്ട്രീയ ഉപദേഷ്ടാവുമായ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് മറാണ്ടിയോടാണ് അദ്ദേഹം പ്രതികരണം തേടിയത്. എന്നാൽ മറാണ്ടി ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല.
പകരം ഇറാന്റെ ആണവ നയത്തിന്റെ മതപരവും സൈദ്ധാന്തികവുമായ വശമാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇറാനിൽ പരമോന്നത നേതാവിന് ഒരു ഫത്വയിലൂടെ നയപരമായ മാറ്റങ്ങൾ വരുത്താൻ അധികാരമുണ്ടെന്നും സൈദ്ധാന്തികമായി അത്തരമൊരു സാധ്യതയെ പൂർണ്ണമായും തള്ളിക്കളയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിലവിൽ ഇറാന്റെ ആണവ സിദ്ധാന്തത്തിൽ മാറ്റം വരുത്തിയെന്നോ ആണവായുധ നിർമ്മാണത്തിലേക്ക് രാജ്യം നീങ്ങുകയാണെന്നോ സൂചിപ്പിക്കുന്ന യാതൊരു തെളിവും ലഭ്യമായിട്ടില്ല. ഇറാന്റെ ഔദ്യോഗിക നിലപാട് വർഷങ്ങളായി വ്യക്തമാണ്. രാജ്യത്തിന്റെ മതനേതൃത്വം ആണവായുധങ്ങളെ ഹറാം അഥവാ മതപരമായി നിരോധിതമായ ഒന്നായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുൻ പരമോന്നത നേതാവ് അയത്തുള്ള സെയ്ദ് അലി ഖമനെയുടെ ഫത്വ പ്രകാരം കൂട്ടനശായുധങ്ങളുടെ നിർമ്മാണവും സംഭരണവും ഉപയോഗവും ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന നിലപാടാണ് ഇറാൻ ദീർഘകാലമായി ആവർത്തിച്ചുവരുന്നത്. എന്നിരുന്നാലും പശ്ചിമേഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ശക്തിസമവാക്യങ്ങൾ, ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പുതിയ ഘട്ടങ്ങൾ, അമേരിക്കയുടെ പ്രാദേശിക സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, പാകിസ്ഥാന്റെ പങ്ക് എന്നിവ ചേർന്ന് ഈ ആണവാഭ്യൂഹങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ലെങ്കിലും ഈ അവകാശവാദങ്ങൾ ശരിയാണോ അല്ലയോ എന്നതിനേക്കാൾ പ്രധാനമായി അവ ലോകരാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച ചർച്ചകളും ആശങ്കകളും തന്നെയാണ് ഇന്ന് ശ്രദ്ധാകേന്ദ്രം. ഇറാൻ യഥാർത്ഥത്തിൽ ആണവരാഷ്ട്രമാകുന്നതിന്റെ പ്രഖ്യാപനത്തിന്റെ വക്കിലാണോ, അതോ ഇതൊരു വലിയ ജിയോപൊളിറ്റിക്കൽ മാനസിക യുദ്ധത്തിന്റെ ഭാഗമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടിവരും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്: പശ്ചിമേഷ്യയുടെ ഭാവിയെ നിർണയിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ അധ്യായത്തിന്റെ സൂചനകളായാണ് ഈ വിവാദ അവകാശവാദങ്ങളെ ലോകമിപ്പോൾ നിരീക്ഷിക്കുന്നത്.